ഇലോൺ മസ്കിന്റെ പ്രമുഖ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്പേസ് എക്സിന്റെ റോക്കറ്റ് ഭാഗം അനിയന്ത്രിതമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ കൂട്ടിയിടിച്ചു. മണിക്കൂറിൽ ഏകദേശം 8600 കിലോമീറ്ററിലധികം അതിവേഗത്തിൽ നടന്ന ഈ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ചന്ദ്രനിൽ പുതിയൊരു വലിയ ഗർത്തം രൂപപ്പെട്ടതായി ബഹിരാകാശ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2025 ജനുവരിയിൽ ചാന്ദ്ര ദൗത്യത്തിനായി വിക്ഷേപിച്ച ഫാൽക്കൺ 9 റോക്കറ്റിന്റെ രണ്ടാം ഘട്ട ഭാഗമാണ് ചന്ദ്രനിൽ പതിച്ചത്. ഉപഗ്രഹത്തെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം ഇന്ധനം തീർന്ന നിലയിൽ ബഹിരാകാശത്ത് കറങ്ങുകയായിരുന്ന ഈ ഭാഗം സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ മൂലമാണ് ചന്ദ്രന്റെ പാതയിലേക്ക് ആകൃഷ്ടയായത്. കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്. ഏകദേശം 4 ടൺ ഭാരമുള്ള റോക്കറ്റ് ഭാഗം ചന്ദ്രന്റെ വടക്കൻ അർദ്ധഗോളത്തിലാണ് പതിച്ചത്. 3 ടൺ TNA സ്ഫോടക വസ്തു സ്ഫോടനം സൃഷ്ടിക്കുന്ന അത്രയും ശക്തമായിരുന്നു ഈ ആഘാതം. കൂട്ടിയിടിയുടെ ഫലമായി ചന്ദ്രനിൽ ഏകദേശം 18 മീറ്റർ വ്യാസവും 4 മീറ്റർ ആഴവുമുള്ള പുതിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ. ഈ സംഭവം ഭൂമിയെയോ മറ്റ് ബഹിരാകാശ ദൗത്യങ്ങളെയോ ബാധിക്കില്ലെന്നും പൂർണ്ണമായും അപായരഹിതമാണെന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി നടന്ന ഈ സംഭവം ചന്ദ്രന്റെ ആന്തരിക ഘടനയെക്കുറിച്ചും കൂട്ടിയിടികൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ ശാസ്ത്രലോകത്തിന് അപൂർവ അവസരമൊരുക്കിയിരിക്കുകയാണ്. ചാന്ദ്ര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഈ പ്രദേശത്തിന്റെ ചിത്രങ്ങൾ ഉടൻ തന്നെ പകർത്തി വിശകലനം ചെയ്യുമെന്ന് നാസ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് നടന്ന ഈ ചരിത്രപരമായ കൂട്ടിയിടിയുമായി ബന്ധപ്പെട്ട് ബഹിരാകാശ നിരീക്ഷകരും ശാസ്ത്രജ്ഞരും പുറത്തുവിട്ട പുതിയ വിവരങ്ങൾ ഇങ്ങനെയാണ്. അന്താരാഷ്ട്ര സമയം ബുധനാഴ്ച രാവിലെ 6:35 അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:05 റോക്കറ്റ് ഭാഗം ചന്ദ്രനിൽ പതിച്ചത്. ശബ്ദത്തെക്കാൾ 7 ഇരട്ടി വേഗതയിലായിരുന്നു ഈ പാച്ചിൽ. അതായത് മണിക്കൂറിൽ ഏകദേശം 8700 കിലോമീറ്റർ വേഗതയിലാണ് റോക്കറ്റ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വന്ന് ഇടിച്ചത്. 2025 ജനുവരിയിൽ അമേരിക്കയുടെ ബ്ലൂ ഗോസ്റ്റ്, ജപ്പാന്റെ ഹക്കൂട്ടോ R എന്നീ 2 സ്വകാര്യ ചാന്ദ്ര ലാൻഡറുകളെ ബഹിരാകാശത്തെത്തിച്ച ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഉയർന്ന ഭാഗമാണിത്. ദൗത്യത്തിനു ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തിരിച്ചെത്തി കത്തി അമരേണ്ടിയിരുന്ന ഈ ഭാഗം അപ്രതീക്ഷിതമായി ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ കുടുങ്ങി ബഹിരാകാശ മാലിന്യമായി മാറുകയാണ് ചെയ്തത്. ശാസ്ത്രജ്ഞനായ ബിൽ ഗ്രേ ആണ് ഈ കൂട്ടിയിടി പ്രവചിച്ചത്. 12 മീറ്ററോളം നീളവും 4.5 ടണ്ണോളം ഭാരവുമുള്ള ഈ കൂട്ടിയിടി 3 ടൺ TNT സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായ പ്രഹരശേഷിയാണ് ഉണ്ടാക്കിയത്.